ലോകത്തിന്റെ ഊർജ്ജനാഡിയായ ഹോർമുസ് കടലിടുക്കിൽ വീണ്ടും യുദ്ധകാഹളം. ഉപരോധങ്ങളെയും ഭീഷണികളെയും അതിജീവിച്ച ഇറാൻ എന്ന കരുത്തുറ്റ രാഷ്ട്രം തങ്ങളുടെ പരമാധികാരത്തിന് നേരെ ഉയരുന്ന എല്ലാ വെല്ലുവിളികളെയും വകവരുത്താൻ തയ്യാറെടുത്തിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നാവിക ഉപരോധം ഒരു ജനതയെ പട്ടിണിക്കിടാനാണെങ്കിൽ അത് കടലിൽ തന്നെ മുക്കിക്കളയുമെന്ന ഇറാന്റെ പ്രഖ്യാപനം വെറുമൊരു വാക്കല്ല, മറിച്ച് തങ്ങളുടെ മണ്ണും മാനവും സംരക്ഷിക്കാനുള്ള ഒരു വിപ്ലവ ജനതയുടെ ഇച്ഛാശക്തിയാണ്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിന്റെ മുൻ കമാൻഡർ മുഹ്സിൻ റസായിയുടെ വാക്കുകളിൽ ആത്മവിശ്വാസത്തിന്റെ ആ കരുത്ത് ലോകം കേട്ടു. നിങ്ങളുടെ കപ്പലുകൾ ഞങ്ങളുടെ ഏറ്റവും പ്രമുഖമായ മിസൈലുകൾ കൊണ്ട് ഞങ്ങൾ മുക്കിക്കളയും. അമേരിക്ക നടത്തുന്ന ഈ നാവിക ഉപരോധം അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. ഇസ്ലാമാബാദിൽ നടന്ന സമാധാന ചർച്ചകളിൽ ഇറാൻ മുന്നോട്ട് വെച്ച ന്യായമായ ആവശ്യങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഏകപക്ഷീയമായ നടപടികളുമായാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത്. ഇതിനെതിരെ ഇറാനിയൻ സായുധ സേനയുടെ ഖത്തം അൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് കമാൻഡർ മേജർ ജനറൽ അലി അബ്ദുല്ലാഹി നൽകിയ മുന്നറിയിപ്പ് വ്യക്തമാണ്. ഈ ഉപരോധം തുടർന്നാൽ പേർഷ്യൻ ഗൾഫ് മുതൽ ചെങ്കടൽ വരെയുള്ള എല്ലാ വ്യാപാര പാതകളും നിശ്ചലമാകും. തന്റെ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് കടൽ കടന്നു പോകാമെന്നത് വെറും മോഹം മാത്രമാണെന്ന് ഇറാൻ തെളിയിക്കുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ സോഷ്യൽ മീഡിയ പ്രസ്താവനകൾ പരിശോധിച്ചാൽ അത് വെറും നാടകമാണെന്ന് കാണാം. ഹോർമുസ് കടലിടുക്കിന്റെ കാവലാളാകാൻ താൻ വരുന്നുവെന്നും ചൈന തനിക്ക് പിന്തുണ നൽകുന്നുവെന്നുമുള്ള ട്രംപിന്റെ അവകാശവാദങ്ങൾ ഇറാന്റെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ വിലപ്പോവില്ല. ഇറാനിയൻ മണ്ണിൽ കാലുകുത്താൻ ശ്രമിക്കുന്ന ഏതൊരു സൈനികനെയും ബന്ദിയാക്കുമെന്ന റസായിയുടെ വാക്കുകൾ അധിനിവേശ ശക്തികൾക്കുള്ള ശക്തമായ താക്കീതാണ്. വിദേശ ശക്തികളുടെ ഒരു ഇടപെടലും തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ടെഹ്റാൻ. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇറാനെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുമെന്ന് ഓരോ ഇറാനിയൻ പൗരനും വിശ്വസിക്കുന്നു. ഈ പോരാട്ടം കേവലം അതിർത്തികളുടേതല്ല, മറിച്ച് സാമ്രാജ്യത്വ ശക്തികളുടെ അഹങ്കാരവും ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിന്റെ ആത്മാഭിമാനവും തമ്മിലുള്ളതാണ്. ഇറാനിയൻ ഓയിൽ ടാങ്കറുകൾക്കും വാണിജ്യ കപ്പലുകൾക്കും നേരെ അമേരിക്ക നടത്തുന്ന ഭീഷണികൾക്ക് അതേ ഭാഷയിൽ തന്നെ മറുപടി നൽകാൻ ഇറാൻ സജ്ജമാണ്. അത്യാധുനിക മിസൈൽ സാങ്കേതിക വിദ്യയും പോരാട്ട വീര്യവുമുള്ള സൈന്യവും ഇറാന്റെ പക്കലുണ്ട്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഹോർമുസ് കടലിടുക്കിൽ എന്ത് സംഭവിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുമ്പോൾ നീതിയുടെ പക്ഷത്ത് നിന്നും പോരാടുന്ന ഇറാന്റെ ഈ പ്രതിരോധം ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒന്നായി മാറും. സമാധാന ചർച്ചകൾ വിശ്വാസമില്ലാത്ത അമേരിക്കൻ ഭരണകൂടത്തിന് ഇറാൻ നൽകുന്ന മറുപടി കടലിലെ ഇടിമുഴക്കം പോലെ ശക്തമായിരിക്കും. അമേരിക്കൻ സൈനിക സാന്നിധ്യം മേഖലയിൽ അശാന്തി മാത്രമേ വിതച്ചിട്ടുള്ളൂ. ഹോർമുസ് കടലിടുക്ക് ഒരു രാജ്യത്തിന്റെയും സ്വകാര്യ സ്വത്തല്ലെന്ന് ട്രംപ് ഓർക്കുന്നത് നന്നായിരിക്കും. സ്വന്തം ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഇറാൻ നടത്തുന്ന ഈ ധീരമായ പോരാട്ടം ലോകമെമ്പാടുമുള്ള അടിച്ചമർത്തപ്പെട്ട ജനതയ്ക്ക് ആവേശമാണ്. ഉപരോധങ്ങൾ കൊണ്ട് ഒരു ജനതയെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന വലിയ പാഠം ഇറാൻ വീണ്ടും ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. ഈ പ്രതിസന്ധിയെയും മറികടന്ന് പേർഷ്യൻ ഗൾഫിന്റെ തീരങ്ങളിൽ ഇറാന്റെ വിജയക്കൊടി പാറുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല എന്നാണ് നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.